ചെയ്യാൻ ഇത്ര ഈസി ആയിട്ടുള്ള എന്നാൽ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു കാർഡ് ട്രിക്ക് വേറെ ഉണ്ടോ എന്ന് തന്നെ ഡൗട്ടാണ്. നിങ്ങൾക്ക് ഈ കാർഡ് ട്രിക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഡെക്ക് ബോറോ ചെയ്തിട്ട് ചെയ്യാം. അവരെത്ര മിക്സ് ചെയ്താലും എത്ര ഷഫിൾ ചെയ്താലും ഈ ട്രിക്ക് വർക്ക് ചെയ്യും. ട്രിക്ക് കണ്ടല്ലോ. ട്രിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ കാർഡ്സ് അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും മിക്സ് ചെയ്യാം. വൺസ് അവർ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കാർഡ്സ് എൻ്റെ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിൽ ഇങ്ങനെ ഡ്രിബിൾ ചെയ്യും. എവിടെയെങ്കിലും എടുത്ത് വെച്ച് നിങ്ങൾ സ്റ്റോപ്പ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഇനി ഈ കാർഡ് ഓർത്ത് വയ്ക്കുക. ഇനി ഈ കാർഡ്സ് അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കട്ട് ചെയ്യാം. സ്റ്റാർട്ടിങ്ങിൽ ഈ കാർഡ് ഫുൾ അവർ മിക്സ് ചെയ്തു. എന്നിട്ട് ഡ്രിബിൾ ചെയ്തപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് അവർ സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പോൾ അവരുടെ മനസ്സിലൊരു കാർഡുണ്ട്. അത് തിരിച്ചു വെച്ച് കഴിഞ്ഞിട്ട് അവർ കുറേ പ്രാവശ്യം കാർഡ് കട്ട് ചെയ്തു. ഇപ്പോൾ ആ കാർഡ് ഏതോ ഒരു റാൻഡം ലൊക്കേഷനിലാണ്. നമുക്കറിയാം ഒരു വഴിയില്ല. നമ്മുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്തത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കിയാലോ. നിങ്ങൾ റാൻഡമായിട്ട് സ്റ്റോപ്പ് പറഞ്ഞ പൊസിഷനിലുള്ള ഒരു കാർഡ്, നിങ്ങളുടെ മനസ്സിൽ മാത്രമുള്ള ഒരു കാർഡ്. അപ്പോൾ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിനി ഒരുപാട് മാജിക് വീഡിയോസും പെർഫോമൻസും ട്യൂട്ടോറിയൽസും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. നമുക്ക് ട്യൂട്ടോറിയലിലേക്ക് പോകാം. സോ ഈ ട്രിക്കിൻ്റെ സീക്രട്ട് എന്ന് പറയുന്നത് അവരുടെ മനസ്സിലുള്ള കാർഡിൻ്റെ തൊട്ടടുത്തുള്ള കാർഡ് ഏതാണെന്ന് നമുക്ക് അറിയാമെന്നുള്ളതാണ്. ഇനി അതെങ്ങനെ അറിയാമെന്നല്ലേ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ അവർക്ക് കാർഡ്സ് എത്ര പ്രാവശ്യം വേണമെങ്കിലും മിക്സ് ചെയ്യാം. അവരെ കാർഡ്സ് ഫുള്ള് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കാർഡ് എടുക്കുന്നു. കാർഡ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഡ്രിബിൾ ചെയ്യുന്നു. ഇനി ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് കാർഡ്സ് ഇങ്ങനെ ഡ്രിബിൾ ചെയ്യുമ്പോൾ അവരെവിടെയെങ്കിലും ഒരിടത്ത് വെച്ച് സ്റ്റോപ്പ് എന്ന് പറയും. ലെറ്റ്സ് സേ ഇവിടെ. ഇനി നിങ്ങൾ പെർഫോമൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാർഡ് പോയിന്റ് ചെയ്തിട്ട് ഞാനത് ഓർത്ത് വയ്ക്കാൻ പറയുന്നുണ്ടല്ലേ. ആ സമയത്ത് ഞാൻ അവിടേക്ക് നോക്കുന്നില്ലെങ്കിലും തിരിച്ച് കാർഡ്സ് ഫുള്ള് ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന സമയത്ത് എൻ്റെ ഈ വലത്തെ കയ്യിലുള്ള ബോട്ടം കാർഡ് ഞാൻ നോട്ട് ചെയ്യും. ബാക്കി കാർഡ്സ് ഡ്രിബിൾ ചെയ്യുമ്പോൾ ആ കാർഡാണ് ശരിക്കും അവർ ഓർത്തിരിക്കുന്ന കാർഡിൻ്റെ മുകളിൽ വരുന്നത്. ഇനി നമുക്ക് പെർഫോമൻസ് ചെയ്തതുപോലെ ഒന്നുകൂടെ നോക്കാം. ഞാൻ ഈ കാർഡ്സ് ഡ്രിബിൾ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് എന്ന് പറയുക. ലെറ്റ്സ് സേ ഇവിടെ. ഇനി ഈ കാർഡ് ഓർത്ത് വയ്ക്കാൻ ഞാൻ അവരോട് ഈ കാർഡ് പോയിന്റ് ചെയ്തിട്ട് പറയും. അവർ ഈ കാർഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ടേൺ ചെയ്തിട്ട് ബാക്കി കാർഡ്സ് ഡ്രോപ്പ് ചെയ്യാൻ വരുമ്പോൾ എൻ്റെ ഈ റൈറ്റ് ഹാൻഡിലുള്ള ബോട്ടം കാർഡ് ഏതാണെന്ന് ഞാൻ നോട്ട് ചെയ്യും. ഇപ്പോഴും അവരുടെ മനസ്സിലുള്ള കാർഡ് ഏതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കാർഡ് 7 of Hearts ആണ് ഞാൻ നോട്ട് ചെയ്തത്. ഈ ബാക്കി കാർഡ്സ് ഞാൻ ഇതുപോലെ ഡ്രിബിൾ ചെയ്യും. ഇനി ആ കാർഡ്സ് അവർക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കട്ട് ചെയ്യാം. അതാണ് ഈ ട്രിക്കിൻ്റെ മറ്റൊരു ഫൂളിംഗ് ആയിട്ടുള്ള പാർട്ട്. ലെറ്റ്സ് അവർ 3-4 ടൈംസ് കട്ട് ചെയ്തു. ഇനി ഈ കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ട് അവരുടെ കാർഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ശരിക്കും നോക്കുന്നത് നിങ്ങളുടെ ആ കീ കാർഡാണ്. ഈ കേസിൽ 7 of Hearts. ആ കീ കാർഡിൻ്റെ മുകളിലുള്ള ഏത് കാർഡാണോ അതായിരിക്കും അവർ ചിന്തിക്കുന്ന കാർഡ്.